everyone. കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 7 ചാപ്റ്റേഴ്സ് പഠിച്ചല്ലേ. അതായത് ഫസ്റ്റ് പാർട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 8 അറേസ്. അപ്പോൾ മിസ് ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പ്രോഗ്രാംസ് ആയിരുന്നല്ലേ, മൊത്തം നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ് ഇനിയുള്ളൊരു 3 ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അറേസ് എന്ന് പറയുമ്പം ഈ ഒരു പേരിൽ തന്നെയുണ്ട് അറേ. ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്താണ് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അറേ എന്താണ്, അറേയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യമേ പറയാം, ഇച്ചിരി ടഫായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല രസമാണ്, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ്സാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഇതിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ്. ഫസ്റ്റ് തന്നെ അറേ ആൻഡ് ഇറ്റ്സ് നീഡ്സ്. അതായത് നമുക്ക് അറേ വെച്ചിട്ട് അറേയുടെ ഡിക്ലറേഷൻ എങ്ങനെയാണ്, അതുപോലെ അറേസിൽ എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, ദെൻ അറേ ഇനിഷ്യലൈസേഷൻ, ആക്സസിങ് എലമെന്റ്സ് ഓഫ് അറേ. അതായത് നമുക്കൊരു ഇപ്പോൾ വേരിയബിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സെയിം തന്നെ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അതിലെങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇനിഷ്യലൈസേഷൻ, പിന്നെ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് അറേ ഓപ്പറേഷൻസ് ആണ്. നമുക്കിവിടെ ആകെ 3 ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഹയർ സ്റ്റഡീസ് പോകുമ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ ബാക്കി എല്ലാ ഓപ്പറേഷൻസും പഠിക്കും. അപ്പം നമുക്കിവിടെ ആകെ 3 ഉള്ളൂ. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ട്രാവേഴ്സൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് മനസ്സിലായി എന്തോ ട്രാവലിംഗ് അങ്ങനെ എന്തൊക്കെയാണെന്നല്ലേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പറയാം. അത് കഴിഞ്ഞ് വരുന്നതാണ് സോർട്ടിങ്. സോർട്ടിങ്ങിൽ തന്നെ നമ്മൾ സെലക്ഷൻ സോർട്ടും പഠിക്കുന്നുണ്ട്, ബബിൾ സോർട്ടും പഠിക്കുന്നുണ്ട്. ദെൻ സെർച്ചിങ് വരുമ്പോഴേക്കും നമ്മളവിടെ ലീനിയർ സെർച്ചും അതുപോലെ തന്നെ ബൈനറി സെർച്ചും ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് 2 ഡയമെൻഷണൽ അറേസ്, അതായത് 2D അറേസ്. ഇപ്പോൾ 2D എന്ന് പറയുമ്പോഴേക്കും അത് ഡിക്ലറേഷൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മെട്രിസസ് ആസ് 2D അറേസ്. നമുക്കിതൊരു മാത്സ് ഒക്കെ കയറി വരുന്ന പോലെയാണ്, പക്ഷെ ഒത്തിരി ഇല്ല, ജസ്റ്റ് അത് എന്താണെന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഫൈനലി മൾട്ടി ഡയമെൻഷണൽ അറേസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആകെ 4 ടോപ്പിക്കുള്ളൂ, ഒത്തിരി വലുതൊന്നും അല്ല, സിമ്പിളാണ്, നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് ഇന്ന് തുടങ്ങിയാലോ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ വേരിയബിൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് അറേയാണ്. അറേ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്, ഒരു 10 മെമ്മറി ലൊക്കേഷനുള്ളൊരു അറേ എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പൊസിഷന് കൊടുത്തിരിക്കുന്നതാണ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ ഞാൻ അതിനും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ, ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ ഓരോന്നിനെ, അതായത് ഈ 0-നെയും 1-നെയും 2-നെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ? ദാ ഈ ഓരോ എലമെൻറ്റിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുക. സപ്പോസ് ഞാൻ ഈ ഒരു അറേക്ക് എ എന്നൊരു പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലേ, 10 മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു അറേ നമ്മൾ എഴുതേണ്ടത് A(10) എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറേനെ വിളിക്കുന്ന പേര്. എന്താണ്? A(10). അതെപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കണം നമ്മൾ സൈസ് കൊടുക്കേണ്ടത്. 10 എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ സൈസാണ്. അതായത് നമുക്ക് 10 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, ആ 10 എണ്ണമാണ് നമ്മൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അറേയുടെ പേര് A(10). അപ്പോൾ ഈ അറേയിൽ ഓരോ എലമെൻറ്റ്സും, അതായത് ഓരോ ഐറ്റം, നമ്മളിതിൽ 10 ഐറ്റം നമുക്കിതിൽ വെക്കാൻ പറ്റും അല്ലെ, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ ഐറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, A(0), A(1) ഇങ്ങനെ. അതായത് നമ്മളിതിലെ ഓരോ ഐറ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ് എന്നാണ്, അറേയിലെ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, അതിൻ്റെ അറേയുടെ പേര് വെച്ചിട്ട് പേരിൻ്റെ കൂടെ ഇൻഡെക്സ് നമ്പർ ചേർത്താണ് നമ്മൾ ആ ഒരു എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുക. ഇപ്പോൾ 0th പൊസിഷനിലുള്ളതിനെ നമ്മൾ A(0) എന്ന് പറയും ആ ഒരു എലമെൻറ്റിന്. അപ്പോൾ നമുക്ക് 4th പൊസിഷനിലുള്ള എലമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താ, A(4) ആണ്. ഓക്കെ, അതതിൻ്റെ പേരാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ അറേയുടെ പേര് എങ്ങനെയാണ്, A(10) എന്നാണ് നമ്മൾ അറേക്ക് പേര് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു അറേയുടെ ഡേറ്റ ടൈപ്പ് ഏതായിരിക്കും? നമ്മൾ വേരിയബിളിൽ പഠിച്ച പോലെ തന്നെ അറേക്കും ഡേറ്റ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഇൻറ്റീജർ ആയിട്ട് എടുക്കാം, ഫ്ലോട്ട് ആയിട്ട് എടുക്കാം, ക്യാർ ആയിട്ട് എടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇത്
ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് സപ്പോസ് ഞാനിപ്പം ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ അറേ ആയിട്ടാണെന്ന് വിചാരിക്കാം. ഇതൊരു ഇൻറ്റീജർ അറേ ആയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, അതായത് ഇൻറ്റീജർ കൊടുത്തിട്ട് ഒരെണ്ണത്തിൽ ഇവിടെ ഞാനിപ്പോൾ 1 കൊടുത്തു, ഇവിടെ ഞാൻ വന്നിട്ട് 2.3 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? ആവില്ല. ഓക്കെ, അപ്പോൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും സെയിം ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് തന്നെ കൊടുക്കുക. അതായത് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ അറേയിൽ കൊടുക്കുന്നതെല്ലാം എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ അറേ എന്താണെന്നുള്ള അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് കിട്ടിയില്ലേ? കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്, അതിന് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഓരോ എലമെൻറ്റിനെ നമ്മൾ അതിൻ്റെ അറേ നെയിമും ഇൻഡെക്സ് നമ്പറും കൂടെ വെച്ചിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ അറേയുടെ ഡേറ്റ ടൈപ്പ് എന്താണോ ആ ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം ആ ഒരു അറേയിൽ ഫുൾ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ബേസ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അറേ ആൻഡ് ഇറ്റ്സ് നീഡ്സ്. സോ അറേയുടെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് the same type placed in continuous memory location. എന്താ പറയുന്നത്? അതായത് അറേ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് അല്ലേ? അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. എങ്ങനെയുള്ള എലമെൻറ്റ്സ്? സെയിം ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സെയിം ടൈപ്പായിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ സെയിം ടൈപ്പ് അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? A of 10 എന്നല്ലേ ആ ഒരു അറേക്ക് നമ്മൾ പേര് കൊടുത്തേ. അതല്ലാതെ ഇപ്പം ഞാൻ വേണമെങ്കിൽ മാർക്ക് ഓഫ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നമ്മൾ വേരിയബിളിന് കൊടുക്കുന്ന പോലെ. ഇപ്പം മാർക്ക് ഓഫ് 30, അതായത് 30 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്. ഓക്കെ, 30 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ എല്ലാ കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാനാണ്. അപ്പം ഞാൻ മാർക്ക് ഓഫ് 30 എന്ന് കൊടുത്തു. അപ്പം എന്താ? ഒരൊറ്റ വേരിയബിൾ നെയിമിൽ തന്നെ നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേ എന്ന് പറയുക. ഓക്കെ, അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അതുപോലെ തന്നെ മിസ് ഓൾറെഡി നേരത്തെ പറഞ്ഞു, നമ്മുടെ അറേയിലെ ഓരോ എലമെൻറ്റ്സും ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ലിസ്റ്റ്. കണ്ടോ, ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എലമെൻറ്റ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഈ ഒരു സംഭവം ക്ലിയർ ആയില്ലേ? ജസ്റ്റ് അറേ എന്താണ്, അതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, എന്താണ് അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു അറേയുടെ ഡിക്ലറേഷനാണ്. ഇപ്പോൾ ഓൾറെഡി എങ്ങനെയാണെന്ന് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആദ്യമേ അറേ എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഡിക്ലറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്നാലും നമുക്ക് അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഡേറ്റ ടൈപ്പ് ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് അറേ നെയിം കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? അറേയുടെ സൈസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡേറ്റ ടൈപ്പ് കൊടുക്കും, അതുപോലെ വേരിയബിളിൻ്റെ പേര് കൊടുക്കും. സെയിം അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സൈസ് കൂടെ കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ഇൻറ്റ് സ്കോർ ഓഫ് 5, അതായത് ഇൻറ്റീജർ ആണ് അറേ. അറേയുടെ ഡേറ്റ ടൈപ്പ് എന്താ? ഇൻറ്റീജർ ആണ്. സ്കോർ എന്നാണ് അറേയുടെ പേര്. അതുപോലെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കിക്കേ, ക്യാർ കോഡ് ഓഫ് 6, അതായത് ക്യാരക്ടർ അറേ ആണ്. കോഡ് എന്നാണ് അറേയുടെ പേര്, 6 ആണ് അവിടുത്തെ സൈസ്. അതുപോലെ തന്നെ ഫ്ലോട്ട് WGPA ഓഫ് 3. ക്ലിയർ ആയാലും? അപ്പോൾ ഡിക്ലറേഷൻ എളുപ്പമല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈച്ച് ഐറ്റം ഇൻ ആൻ അറേ ഈസ് കോൾഡ് എലമെൻറ്റ് ഓഫ് ദി അറേ. അറേയിലെ ഓരോ ഐറ്റത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? എലമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിക്ലറേഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അറേയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് അറേ ഉണ്ട്, അറേ തരുന്നുണ്ട്, അതിൻ്റെ അകത്ത് എന്തോരം മെമ്മറി ഉണ്ടാകും, എങ്ങനെയാണ് അതിൻ്റെ അലോക്കേഷൻ നോക്കിക്കേ. ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അറേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. അതായത് ഏത് ടൈപ്പാണ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഡേറ്റ ടൈപ്പും അതുപോലെ സൈസും കൊടുത്തിട്ടാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി, ഈ രണ്ട് സാധനം ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത്? ഈ ഒരു അറേയുടെ മെമ്മറി, അതായത് അതിൻ്റെ സ്റ്റോറേജ് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡേറ്റ ടൈപ്പും അതുപോലെ തന്നെ സൈസും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇൻറ്റ് നം ഓഫ് 5. അപ്പോൾ ഇൻറ്റീജർ അറേയാണ്. ഇൻറ്റീജർ അറേ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും വരിക? നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരെണ്ണമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ഒരു ഇൻറ്റീജറിന് എത്രയാണ് മെമ്മറി വരുന്നത്? 4 ബൈറ്റ്സ് ആണ് മെമ്മറി വരുന്നത്. ക്യാർ എന്ന് പറയുമ്പോഴോ 1 ബൈറ്റ്. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, ഇൻറ്റീജറിനെ ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിൻ്റെയും മെമ്മറി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇൻറ്റീജർ അറേ. ഇൻറ്റീജർ എന്ന് പറയുമ്പോഴേക്ക് 4 ബൈറ്റ്സ് വേണം. അപ്പോൾ ഇൻറ്റീജർ
അറേ ആണ്. നം ഓഫ് 5, 5 സൈസ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 എലമെന്റ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അറേയുടെ മെമ്മറി അല്ല 5 എന്ന് പറയുന്നത്, ആ ഒരു സൈസ് അല്ല. മെമ്മറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റത്തെ വരുമ്പോഴേക്കും നമുക്ക് 4 ബൈറ്റ് യൂസ് ചെയ്യണം. കണ്ടോ, 1000 മുതൽ 1003 വരെ, അതായത് ആദ്യത്തെ 4 ബൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഫസ്റ്റത്തെ എലമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആദ്യത്തെ 4 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത 4 ബൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റ് സ്റ്റോർ ചെയ്യും. ദെൻ അടുത്ത 4 ബൈറ്റ് നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ എലമെൻറ്റ്, ദെൻ അടുത്തത്, അങ്ങനെ 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം എത്ര എണ്ണം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കിക്കേ, ദ ടോട്ടൽ സൈസ് അലോക്കേറ്റഡ് ഫോർ സിംഗിൾ ഡയമെൻഷണൽ അറേ. നമ്മളിപ്പോൾ പഠിക്കുന്നത് സിംഗിൾ ഡയമെൻഷനിലാണ്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം എന്നില്ല, നമ്മൾ 2D അറേ പഠിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ എല്ലാ സെർച്ചിങ്ങും ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ബൈറ്റ്സ് എത്രയാണെന്ന് നോക്കിയേ. സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു അറേയുടെ ഡേറ്റ ടൈപ്പ് എന്താ, ഇൻറ്റ് ആണ്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്, 4 ആണെന്ന് പറഞ്ഞു, 4 ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റീജർ അറേ ആണ്. അപ്പോൾ ഇൻറ്റീജർ അറേയുടെ സൈസ് 4. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇൻറ്റു സൈസ് ഓഫ് അറേ, ഇൻറ്റു സൈസ് ഓഫ് അറേ എന്താ, 5 ആണ്. അപ്പോൾ 4 × 5 = 20 ബൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു അറേയുടെ മെമ്മറി, ഇതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് മൊത്തം 20 എണ്ണില്ലെന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കി എഴുതാൻ പറ്റില്ല, കാരണം ഒത്തിരി എലമെന്റ്സ് വരുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കൗണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് എടുക്കുക ഇൻറ്റു എത്രയാണോ അറേയുടെ സൈസ്, അപ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ മെമ്മറി അലോക്കേഷൻ ഓഫ് ദി അറേ ഇൻറ്റ് A of 10. ഓക്കെ, ഇവിടെയും ഇൻറ്റീജർ അറേ ആണ് അല്ലേ. ഇൻറ്റീജർ അറേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 4 എഴുതി ഇൻറ്റു എത്രയാണ്, സൈസ് ഓഫ് ദി അറേ എന്താണ്, 10 ആണ് അല്ലേ. അപ്പോൾ 10 എഴുതി. അപ്പോൾ അത് രണ്ടോട് ഇൻറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 40 ബൈറ്റ്സ് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മെമ്മറി അലോക്കേഷൻ, മെമ്മറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ജസ്റ്റ് ഏതെങ്കിലും ഒരു അറേ കാണിക്കും. അതായത് ഇപ്പോൾ വേണമെങ്കിൽ ക്യാർ നെയിം ഓഫ് 15 എന്ന് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു അറേ നിങ്ങൾക്ക് തന്നിട്ട് ഇതിൻ്റെ മെമ്മറി അലോക്കേഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം, ക്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബൈറ്റാ, 1 ബൈറ്റാണ് അത് യൂസ് ചെയ്യുന്നത് മെമ്മറി. അപ്പോൾ 1 × സൈസ് ഓഫ് ദി അറേ എന്താ, 15 ആണ്. അപ്പോൾ 15 എഴുതാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 15 ബൈറ്റ്സ് ആണ് ഈ ഒരു അറേ മൊത്തം യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എങ്ങനെയാണ് അറേ ഇനിഷ്യലൈസേഷൻ ചെയ്യണമെന്ന് നോക്കിയാലും, നമ്മൾ ഓൾറെഡി ഡിക്ലറേഷനൊക്കെ പറഞ്ഞു, മെമ്മറിയൊക്കെ അലൊക്കേഷനും പറഞ്ഞു. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേരിയബിളിൽ ചെയ്യുന്ന പോലെ തന്നെ ഡിക്ലറേഷൻ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യലൈസേഷൻ ചെയ്യാം. ഓക്കെ, ഇൻറ്റ് സ്കോർ ഓഫ് 5 എന്ന് പറയുന്ന അറേയിലേക്ക് ഞാൻ എങ്ങനെയാണ് എലമെൻറ്റ്സ് കൊടുക്കുന്നത്, നമ്മളൊരു കേളി ബ്രാക്കറ്റ്സിലാണ് ഓരോ എലമെൻറ്റ്സും നമ്മൾ കൊടുക്കുക. കണ്ടോ, അതായത് നമ്മൾ സെറ്റൊക്കെ എഴുതത്തില്ല, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെറ്റ് എഴുതുന്ന പോലെയാണ് നമ്മൾ കേളി ബ്രാക്കറ്റിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സ് കൊടുക്കും. നമ്മൾ ഏത് ഓർഡറിലാണോ എലമെൻറ്റ്സ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് അതെങ്ങനെ സ്റ്റോർ ആവുന്നത്. കണ്ടോ, അറേ കൊടുത്തിരിക്കുന്ന നോക്കിയേ, 0 1 2 3 4. അപ്പോൾ ഈ ഒരു അറേയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത് നോക്കിക്കേ, ക്യാർ കോഡ് ഓഫ് 6. അതായത് ഒരു ക്യാരക്ടർ അറേയാണ്, 6 ആണ് സൈസ്. സാമ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത്, എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് നോക്കി, കോഡ്സിൽ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫ്ലോട്ടും കൊടുത്തിട്ടുണ്ട്, 9.60 6.43 8.50 കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ഇനിഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെ നമ്മൾ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും അലോക്കേഷനും കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു എലമെൻറ്റ്സ്, ഈ ഒരു അറേയിലുള്ള എലമെൻറ്റ്സിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ, എങ്ങനെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുക. നമ്മൾ വേരിയബിൾസിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു അറേയിലെ എലമെൻറ്റ്സിനെ നമുക്ക് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്, ഈ അറേ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എലമെൻറ്റ് വൈസ് ആണ്. അതിൽ ഓരോ എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത്. Okay, so the subscript in brackets can be a variable, a constant or an expression that evaluates to an integer. An important advantage of using variable and integer expressions as subscript is that it allows sequencing through an array by using loop.
എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല അല്ലേ? ക്ലിയർ ചെയ്ത് തരാം. നോക്കിക്കേ, ഇപ്പം ഞാനൊരു അറേ എടുത്തിരിക്കുകയാണ്. ഇൻറ്റ് സ്കോർ ഓഫ് 4 അല്ലേ കൊടുത്തിരിക്കുന്നത് ഇവിടെ, അപ്പോൾ മൊത്തം 5 ആണ് അതിൻ്റെ സൈസ്. ഇങ്ങനെ ഒരു അറേ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 സ്കോറും എനിക്ക് ആഡ് ചെയ്ത് എത്രയാണ് അതിൻ്റെ സം എത്രയാണെന്ന് കാണണം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സം ഈക്വൽ ടു ഇതിൽ ഓരോ എലമെൻസിനെ എടുക്കാം. അതായത് സ്കോർ ഓഫ് 0 പ്ലസ് സ്കോർ ഓഫ് 1 പ്ലസ് സ്കോർ ഓഫ് 2 അങ്ങനെ സ്കോർ ഓഫ് 4 വരെ എഴുതാം. ഇങ്ങനെ നമുക്ക് കോമൺ മെത്തേഡാണ്. അതിവിടെ 5 എണ്ണം ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. സപ്പോസ് ഒരു 100 പേരുടെ, ഇപ്പം നിങ്ങളൊക്കെ എൻട്രൻസിന് പഠിക്കുന്നുണ്ടാവും ഇതിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ നീറ്റിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേർ ആൻസർ ചെയ്യുന്നുണ്ടാവും, എത്ര പിള്ളേർ എക്സാം എഴുതുന്നുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്കോറൊക്കെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ വിളിച്ച് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനൊരു എളുപ്പവഴിയുണ്ട്. നമ്മൾ അറേയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അത് എടുക്കാം? The subscriptive values in the above statement can be replaced by control variable of for loop. നമുക്കിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. നോക്കിക്കേ, സം എന്ന് പറഞ്ഞിട്ട് ഞാൻ 0 ആയിട്ട് കൊടുത്തു. 0 ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പിൽ i ഈക്വൽ ടു 0, i ലെസ് ദാൻ 5. എന്തുകൊണ്ടാണ് ലെസ് ദാൻ കൊടുത്തേ? നമുക്കിവിടെ 5 എണ്ണേ ഉള്ളൂ സൈസ്. അതാണ് നമ്മൾ ലെസ് ദാൻ, അതായത് 0 മുതൽ 4 വരെയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ലെസ് ദാൻ 5 കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. കാരണം ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ദെൻ i ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സം ഈക്വൽ ടു സം പ്ലസ് സ്കോർ ഓഫ് i ഇങ്ങനെ കൊടുത്തു. ഇപ്പം ഇവിടെ ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ, ഇപ്പം ഈ ഒരു അറയിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 30, 25, 40, then 32, എത്ര എണ്ണമായി? 1 2 3 4 1 2 3 4 5. ഒരെണ്ണം കൂടെ കൊടുക്കാനുണ്ടല്ലേ, നമുക്കൊരു 40 തന്നെ കൊടുക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ അറേ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 സ്കോർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് നോക്കിക്കേ. സം 0 ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർ i ഈക്വൽ ടു 0, i 0 ആണെങ്കിൽ അപ്പോൾ നോക്കി ആദ്യത്തെ വാല്യൂ ഫസ്റ്റത്തെ സ്കോർ ഓഫ് ഇത് i, ഈ i എന്ന് പറയുന്നത് ഇത് 0 ആണ്, ഇത് 1 2 3 4 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ i 0 ആണോ നോക്കുക. i ആദ്യം നമ്മൾ 0 ആയിട്ട് എടുത്തു. i ലെസ് ദാൻ 5 ആണോ? അതെ, 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. സോ i പ്ലസ് പ്ലസ് സം ഈക്വൽ ടു സം പ്ലസ് സ്കോർ ഓഫ് 5. അതായത് സം ഇപ്പം എത്രയാ? 0 ആയിരുന്നു, പ്ലസ് സ്കോർ ഓഫ് i എന്ന് പറയുന്നത് എന്താ? i ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? 30. അപ്പോൾ നമുക്കിപ്പോൾ സം എത്ര ആയിട്ടിരിക്കുന്നത്? സം ഇവിടെ ഇപ്പോൾ 30 ആണ്. ഓക്കെ, ദെൻ എഗെയിൻ i ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? i ലെസ് ദാൻ 5 ആണ് നോക്കുക. i ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 0 കഴിഞ്ഞ് എന്തായി? 1 ആയിട്ട് മാറി, അത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? സം സം എത്രയാ? 30 പ്ലസ് സ്കോർ ഓഫ് i ഇപ്പം എന്താ? 1 ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 55 എന്ന് ഇപ്പോൾ സം കിട്ടി. ഓക്കെ, അതുപോലെ ഇനി അടുത്തത് ഇൻക്രിമെൻറ്റ് ചെയ്യുക. i എഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്തായി? ഐയുടെ വാല്യൂ ഇവിടെ 0 ആയിരുന്നു, 1 ആയി, ദെൻ 2 ആയിട്ട് മാറി. 2 ആയിട്ട് മാറുമ്പോൾ എന്താ? ലെസ് ദാൻ 5 അല്ലേ? 2 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ നമുക്ക് സം 55 ആയിരുന്നു. അപ്പോൾ സം പ്ലസ് സ്കോർ ഓഫ് i, അതായത് സ്കോർ ഓഫ് 2 എന്നർത്ഥം. എത്രയാ? 40 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 95 എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും എഗെയിൻ i ഇൻക്രിമെൻറ്റ് ചെയ്തു. 3 ആയി കഴിയുമ്പോഴേക്കും 3 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 95 പ്ലസ് സ്കോർ ഓഫ് 3 എന്ന് പറയുന്നത് എത്രയാ? 32 ആണല്ലേ. ഓക്കെ, അപ്പോൾ 32 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 7. ഓക്കെ, 127 എഴുതാം അല്ലേ? കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താ? എഗെയിൻ അത് ഇൻക്രിമെൻറ്റ് ചെയ്തു, 4-ലെത്തി. അപ്പോൾ 127 പ്ലസ് സ്കോർ ഓഫ് 4 എന്താ? 40 ആണ്. അപ്പോൾ നമ്മൾ അതിവിടെ എഴുതാം. അപ്പോൾ 167 എന്ന് കിട്ടി. ഇനി i ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും എന്തായി? 5 ആയിട്ട് വരും. പക്ഷേ 5 ലെസ് ദാൻ i ലെസ് ദാൻ 5 ആണ്. അതായത് 5 ലെസ് ദാൻ 5 ആണോ? അല്ല. അപ്പം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമുക്ക് സം കിട്ടുന്നത് 167 ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അറയിലെ എലമെൻറ്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്.
ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറേയിലെ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്? ഇതുപോലെ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ സമ്മാണ്, ഇതുപോലെ പല ഓപ്പറേഷൻസും നമുക്ക് ഈ ഒരു അറേ വെച്ചിട്ട് ഇങ്ങനെ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അറേ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അറേ ഓപ്പറേഷൻസ് നോക്കാം. എന്തൊക്കെയാണ് അറേയിൽ അറേയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് നോക്കിക്കേ. ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിങ്, മെർജിങ്, ഇതൊക്കെയാണ് നമ്മുടെ അറേ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ഇയർ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ട്രാവേഴ്സൽ ഉണ്ട്, സോർട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ സെർച്ചിങ് ഉണ്ട്. ഇത് മൂന്നെണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അതും സെർച്ചിങ്ങിൽ തന്നെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, സോർട്ടിങ്ങിൽ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ അവിടെ 2 എണ്ണം വീതേ 2 സെറ്റ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ട്രാവേഴ്സൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകൽ. അതായത് മിസ് ഓൾറെഡി കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. ട്രാവേഴ്സൽ എന്താ? നമ്മുടെ അറേയിലെ എല്ലാ എലമെൻറ്റ്സിലൂടെയും കടന്നു പോകുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. Okay, traversal means accessing each element of the array at least once. അതായത് നമ്മുടെ അറേയിലെ എല്ലാ എലമെന്റ്സിനും ഒരു തവണയെങ്കിലും ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. Okay, if any operation is performed on all the elements in an array, it is a case of traversal. For example, നമ്മളിപ്പോൾ ഒരു അറേ എഴുതിയിട്ട് ആ ഒരു അറേയിലെ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അറേയിലെ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ട്രാവേഴ്സൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വരുമ്പോൾ എന്താ നമ്മൾ പറയും? അത് ട്രാവേഴ്സലിൻ്റെ ഒരു കേസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ട്രാവേഴ്സൽ. ജസ്റ്റ് എന്താണ് ട്രാവേഴ്സൽ? മീൻസ് ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ദി അറേ അറ്റ്ലീസ്റ്റ് വൺസ്. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നമ്മുടെ അറേയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു തവണയെങ്കിലും ആക്സസ് ചെയ്യുന്നു, അതിനെയൊക്കെ വിസിറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോഗ്രാമാണ് ശരിക്കും ട്രാവേഴ്സൽ ഓഫ് അറേ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ട്രാവേഴ്സൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ സം കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ എലിമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ പ്രോഗ്രാമിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ ലാബ് എക്സാം ഇല്ല. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരും. നമുക്കിപ്പോൾ തിയറി എക്സാമിനാണെങ്കിലും പ്രോഗ്രാം ചോദിക്കുന്നത് വളരെ റെയറാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ പ്രോഗ്രാം വരുന്നത് ട്രാവേഴ്സൽ ഓഫ് അറേ, അതായത് അറേയിലെ എല്ലാ എലമെൻറ്റ്സും പ്രിന്റ് ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു പ്രോഗ്രാമാണ് നമുക്ക് തരുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾക്ക് അതിൻ്റെ പൊസിഷൻ നമുക്ക് കൊടുക്കണം അല്ലേ? അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് ദി അറേ. അറേയിലെ എലമെൻറ്റ്സ് നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അത് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറേയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയാണ് ഈ അറേയിലെ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു സം കാണാൻ നമ്മൾ യൂസ് ചെയ്തില്ലേ ഫോർ ലൂപ്പ്, അതുപോലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിതിലെ ഓരോ എലമെൻറ്റ്സും പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ട്രാവേഴ്സലിൻ്റെ പ്രോഗ്രാം അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് സോർട്ടിംഗ് ആണ്. ഓക്കെ, സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക, ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക അല്ലേ? അതായത് അറേയുടെ കേസിലാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എലമെൻറ്റ്സിനെ ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഒരു ഡിസെൻഡിങ് ഓർഡറിലോ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടപ്പോഴേക്കും എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നൊന്നും നമ്മൾ നോക്കില്ല, നമ്മൾ വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡറിലേക്ക് നമ്മളതിനെ മാറ്റി സോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിന് നമുക്കിവിടെ 2 ടെക്നിക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് നമുക്ക് തരികയാണ്, ഒരു അറേ തരികയാണ് 32, 23, 10 to 30 ഇങ്ങനെ ഒരു അറേ തരികയാണ്. ഇത് ഒരു ഓർഡറിലാണോ? അല്ല. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കാം, അല്ലെങ്കിൽ അതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സോർട്ടിങ്ങിന് 2 ടെക്നിക്ക്, 2 മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സെലക്ഷൻ സോർട്ട്, ദെൻ ബബിൾ സോർട്ട്. ഇങ്ങനെ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സോർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെലക്ഷൻ സോർട്ടിലേക്ക് കിടക്കാം. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അറേ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു അറേയുടെ ഉള്ളിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ചെറിയ എലമെൻറ്റിനെ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ആ ഫസ്റ്റ് പൊസിഷനിൽ ഇരുന്ന എലമെൻറ്റിനെ എന്ത് ചെയ്യും? ഈ ചെറിയ എലമെൻറ്റ് എവിടെയാണോ ഇരുന്നത് വെച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കും. അതിന് രണ്ടിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, സ്വാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇത് സോർട്ട് ചെയ്യുന്നത് വരെ തുടർന്ന് പോകും. അതാണ് സെലക്ഷൻ. ഓക്കെ, സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. To sort an array in ascending order, the selection sort algorithm starts by
ഫൈൻഡിങ് ദ മിനിമം വാല്യൂ ഇൻ ദി അറേ. അറേയിലെ മിനിമം വാല്യൂ ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിന് എന്ത് ചെയ്യും, മൂവിങ് ഇറ്റ് ടു ദി ഫസ്റ്റ് പൊസിഷൻ. അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് അതിനെ മൂവ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം ആ ഫസ്റ്റ് പൊസിഷനിൽ ഇരുന്ന എലമെൻ്റ് ഉണ്ടല്ലോ, എലമെൻ്റ് ടു ദ ഫസ്റ്റ് പൊസിഷൻ, അതിനെ ഇങ്ങോട്ട് മാറ്റും. അതിനെ ഷിഫ്റ്റ് ചെയ്ത് ആ സ്മോളസ്റ്റ് എലമെൻ്റ് ഇരുന്ന പൊസിഷനിലേക്ക് മാറ്റി വെക്കും. ഓക്കെ, ദിസ് സ്റ്റെപ്പ് ഈസ് ദെൻ റിപ്പീറ്റഡ് ആൻഡ് സോ ഓൺ അൺടിൽ ദ അറേ ഈസ് സോർട്ടഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഇറ്റ് വിത്ത് ദി എലമെൻറ്റ് അറ്റ് ദി റെസ്പെക്റ്റീവ് പൊസിഷൻ ഇസ് നോൺ ആസ് പാസ്. അതായത് നമ്മൾ ഈ ഒരു ചെറിയ എലമെൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻസ് നമ്മൾ മാറ്റില്ലേ, അങ്ങനെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ്. ഓക്കെ, അപ്പോൾ ഫോർ n നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതായത് ഒരു അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n നമ്പർ ഓഫ് എലമെൻറ്റ്സിന് n-1 പാസസ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സെലക്ഷൻ സോർട്ട് ചെയ്തിട്ട് ഇത് ശരിയായോ, ഇത്രയും പാസ് ഉണ്ടോ, കറക്റ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്യുക, എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക, -1 പാസസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അത്രയും ചെയ്താലേ ആ ഒരു അറേ സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അറേ സോർട്ട് ചെയ്ത് നോക്കിയാലോ ഈ ഒരു സെലക്ഷൻ സോർട്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, 32, 23, 10 to 30. ഇതാണ് വാല്യൂസ്. 5 സൈസ് വന്നിരിക്കുന്ന അറേയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പൊസിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറേനെ എനിക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ, സെലക്ഷൻ സോർട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേയിലെ ഏറ്റവും ചെറിയ എലമെൻ്റ് ഏതാ, നിങ്ങൾക്ക് നോക്കിക്കേ, 32, 23, 10 to 30. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ, 2 ആണ് ഏറ്റവും ചെറുതല്ലേ. അപ്പോൾ 2 എടുക്കാം. 2നെ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിലിരിക്കുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 32നെ അത് നേരെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. ഓക്കെ, അപ്പോൾ അറേ എങ്ങനെ വരും, നമുക്ക് ആദ്യം തന്നെ 2 വരും ഫസ്റ്റ് അല്ലേ, 2 എഴുതുക, അത് കഴിഞ്ഞ് 23, then 10. ഇനി ഈ ഒരു 2 വരുന്ന പൊസിഷനിൽ എന്ത് വരും, 32 വരും അല്ലേ. 32 എഴുതി, then 30 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ബാക്കി എല്ലാ എലമെൻറ്റ്സ് അതുപോലെ തന്നെ എഴുതുക, ഒരു ചേഞ്ചും വരുത്തരുത്. ഈ ആദ്യത്തെ ഈ ഒരു എലമെൻറ്റും ഇതും തമ്മിൽ മാത്രമേ നമ്മൾ ചേഞ്ച് വരുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പാസ് 1, ആദ്യത്തെ പാസ് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ പാസ് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി, 2 നമ്മളൊരു പൊസിഷനിൽ പിടിച്ചിരുത്തി, അത് ക്ലിയർ ആയി. ഇനിയിപ്പോൾ അതിനെ നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. ബാക്കി എലമെൻറ്റ്സ് നോക്കുക, 23, 10, 32, 30. ഇതിലേതാണ് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്, 10 ആണ് ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ, ശരിയല്ലേ. അപ്പോൾ ഈ 10നെ എന്ത് ചെയ്യണം, 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തണം, അതായത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഈ 23നെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവന്നും വെക്കണം. അപ്പോൾ നോക്കിക്കേ, 2 ഓൾറെഡി സെറ്റാണ്. അപ്പം നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് 10നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, 23നെ ഈ ഒരു പൊസിഷനിലേക്ക് എഴുതി. ബാക്കി ഈ 2 എലമെൻറ്റ്സും അതുപോലെ തന്നെ എഴുതാം, 32, 30. അപ്പോൾ എന്തായി, സെക്കൻഡ് പാസ് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, നല്ല രസമല്ലേ ചെയ്യാനായിട്ട്. നോക്കുക, ഇനി 2ഉം 10ഉം ഫിക്സ് ആയി. ഇനി ബാക്കി എടുക്കുക, 23, 32, 30. ഇവിടെ ഏതാ ഏറ്റവും ചെറിയ നമ്പർ, 23 ആണ്. അത് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ല, അതിൽ ചേഞ്ച് ഒന്നും വന്നില്ല. അപ്പോൾ പാസ് 3യിൽ നോട്ട് ചേഞ്ച്. നമുക്ക് അറേ എങ്ങനെ വരും, 23, 32, 30 ഇങ്ങനെ തന്നെ വരും. ഓക്കെ, അപ്പോൾ പാസ് 3 കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ 3 എലമെൻറ്റ് സോർട്ട് ചെയ്ത് കിട്ടി. ഇനി എന്താ ബാക്കിയുള്ളത്, 32ഉം 30 ഉണ്ട്. അപ്പോൾ അതെന്താ, 30 ആണ് ചെറുതല്ലേ. അപ്പോൾ 30നെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരണം, 32നെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരണം. അപ്പോൾ എന്തായി, ഇവിടെ 30 വരും, ഇവിടെ 32 എന്ന് വരും. ഓക്കെ, നമ്മുടെ അറേ സോർട്ടായില്ലേ. 5 എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അറേയിൽ അല്ലേ. ഓക്കെ, 1, 2, 3, 4, 5 5 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. 4 പാസ് നമ്മൾ യൂസ് ചെയ്തു. നമുക്കൊരു അസെൻഡിങ് ഓർഡറിൽ ഈ ഒരു അറേ സോർട്ട് ചെയ്ത് കിട്ടി. ഇതാണ് സെലക്ഷൻ സോർട്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ചെയ്യാനായിട്ട്. ഇതുപോലെ കുറേ ഇഷ്ടമുള്ള നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഇങ്ങനെ നിങ്ങൾ എഴുതുക, ഇഷ്ടമുള്ള അറേ സൈസ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ സോർട്ട് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു സെലക്ഷൻ സോർട്ടിന് ഒരു പ്രശ്നമുണ്ട്. ചെറിയ അറേസ് ഒക്കെ സോർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഒരു 100 നമ്പറുള്ള 100 ഇതിൻ്റെ സൈസ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, 100 എണ്ണം എടുത്തിട്ട് അതിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് കണ്ടുപിടിക്കുക, അതിൽ ഫസ്റ്റ് ഉണ്ട് നോക്കുക, പിന്നെ ഉള്ളതിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക. അതൊരു ഇത്തിരി ടാസ്ക് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബബിൾ സോർട്ട് എടുക്കുന്നത്. അപ്പോൾ ചെറിയ അറേ പെർഫോം ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെലക്ഷൻ സോർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സെലക്ഷൻ സോർട്ട് ചെയ്യാൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുമല്ലോ.
അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം ഉണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു തൊട്ട് മുന്നേ നമ്മൾ കാണിച്ച പോലെ ഏതെങ്കിലും ഒരു അറേ ഒരു ലിസ്റ്റ് തന്നിട്ട് നിങ്ങളോട് അത് സെലക്ഷൻ സോർട്ട് യൂസ് ചെയ്ത് സോർട്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ അൽഗോരിതം എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ കൊടുത്തിട്ടല്ലേ നമ്മൾ അൽഗോരിതം എഴുതാറ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, സ്റ്റാർട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ അറേയിലെ എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ വാല്യൂസ്. അതായത് അറേയുടെ സൈസ് ഉണ്ടല്ലോ, എത്ര എലിമെൻറ്റ്സ് നമ്മളതിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ 5 എണ്ണമായിരുന്നു. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റെപ്പ് 3യിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ അറേയുടെ പേര് ഇവിടെ AR എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറേയിലേക്ക് ഈ n വാല്യൂസ് എത്ര എണ്ണാണോ ആ ഒരു വാല്യൂസ് മുഴുവൻ നമ്മൾ റീഡ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറയാൻ നോക്കിക്കേ. സ്റ്റെപ്പ് 5 to 9, അതായത് ഇനി വരാൻ പോകുന്ന 5ാമത്തെ സ്റ്റെപ്പ് മുതൽ 9ാമത്തെ സ്റ്റെപ്പ് വരെ n-1 ടൈംസ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ പാസ് എന്ന് പറയുന്നത് ഫോർ n എലമെന്റ്സ് ദർ വിൽ ബി n-1 പാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. അടുത്ത് 5 മുതൽ 9 വരെയുള്ള സ്റ്റെപ്പ് എത്രയാണോ n, ആ n-1 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് 5ാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ. അസ്യൂം ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ ലിസ്റ്റ് ആസ് ദ സ്മോളസ്റ്റ്. എന്താണ്, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് സ്മോൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിന് മിന്നിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ POS ആയിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ റിപ്പീറ്റ് സ്റ്റെപ്പ് 7 അൺടിൽ ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ദ ലിസ്റ്റ്. അപ്പം നമ്മുടെ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് എലമെന്റ് വരെ 7th സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താ അത്, കമ്പയർ ദ നെക്സ്റ്റ് എലമെന്റ് ഇൻ ദ ലിസ്റ്റ് വിത്ത് ദ വാല്യൂ ഓഫ് മീൻ. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിലെ അടുത്ത എലമെന്റ് ഈ ഒരു മിന്നിലുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് സ്മോളർ സ്റ്റോർ ഇറ്റ് ഇൻ മീൻ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഈസ് POS. അതായത് അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത് സ്മോളർ ആയിട്ട് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ മിന്നിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ POS ആയിട്ട് കൊടുക്കാം. ഓക്കെ, if the first element in the list and the value in min are not same, അതായത് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റും നമ്മുടെ മിന്നിലെ വാല്യൂ സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ എലമെൻറ്റ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ സെൻറ്റൻസിൽ എഴുതിയെന്നുള്ളൂ. ആൻഡ് റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ ഫസ്റ്റ് എലമെൻറ്റ്. നമ്മൾ 2നെ സോർട്ട് ചെയ്ത് വെച്ചിട്ട് 2നെ വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം എടുത്ത് അത് തന്നെ ആദ്യത്തെ ആ ഒരു എലമെൻറ്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള ലിസ്റ്റിൽ ഈ ഒരു സെയിം പ്രോസസ്സ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് പ്രിൻറ്റ് ചെയ്ത് സോർട്ടഡ് അറേ പ്രിൻറ്റ് ചെയ്യുക. ദെൻ ഫൈനലി സ്റ്റോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ് സെലക്ഷൻ സോർട്ടിൻ്റെയും. അതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസിനും അൽഗോരിതം ഉണ്ടാകും, അത് ചെയ്യണം മെത്തേഡും ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കാം. ക്ലിയർ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ളതാണല്ലോ. നമുക്ക് ആ ഒരു എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്ത് പഠിച്ചാലും നമുക്ക് അൽഗോരിതം തന്നെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ.